90-80 കിഡ്സിന്റെ ഒരു ഫേവറേറ്റ് മുട്ടായിയാണ് ഈ ജോക്കർ മുട്ടായി. പണ്ട് കാലങ്ങളിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്ഥിരം വാങ്ങി കഴിക്കുന്ന ഈ മിഠായി നമുക്കൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മിഠായിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ഇത് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റും കൂടി ചെയ്യണേ. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊടിച്ചെടുക്കേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ തേങ്ങ ഒന്നിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്നും ഇതാണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതിപ്പോൾ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഒരു കപ്പ് തേങ്ങ എടുത്തത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തേങ്ങ എടുത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഈ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു ശർക്കര എടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുത്തതാണ്. ഇനി ഇത് അരിപ്പയിലിട്ട് ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു വലിയ ശർക്കരയാണ് എടുത്തത്. അപ്പൊ നിങ്ങളടുത്ത് ശർക്കരയുടെ പൊടിയാണെങ്കിൽ അത് ഒരു 3/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. അതേപോലെ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമന്റും ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ ഞാനിതെല്ലാം ഇങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പം നല്ലോണം ഒന്ന് വറ്റി വരും. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോഴത്തേക്ക് ഇത് നല്ലൊരു ഒട്ടുന്ന പരുവത്തിലായിരിക്കും. ഇനി നല്ലോണം ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇതാ ജോക്കർ മുട്ടായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് നല്ലൊരു മിഠായി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു കണ്ടെയ്നറാണ് എടുത്തത്. ഇതിലേക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. 90-80 കിഡ്സ് ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഈ മുട്ടായി അന്ന് വെറും ഒരു 25 പൈസക്ക് കിട്ടുന്നതാണ്. പക്ഷെ ഇതെപ്പോൾ ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മിഠായിയാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തും നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ആ ചൂടോടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ട് അപ്പോൾ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിത് പണ്ടൊക്കെ സ്ക്വയർ ഷേപ്പിലല്ലേ കഴിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു 2-3 മണിക്കൂർ നമുക്കിതൊന്ന് തണിയാൻ വെച്ചു കൊടുക്കാം. ഇപ്പൊ ഇതാ നല്ലോണം ഒന്ന് തണിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്കിതിങ്ങനെ ഓരോ പീസാക്കിയിട്ട് എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ നല്ല ടേസ്റ്റുള്ള ജോക്കർ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മിഠായിയാണിത്. ഇപ്പത്തെ കുട്ടികൾക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യുക. ഓക്കെ, ബൈ.